ഇത് നമ്മുടെ ഓണത്തിൻ്റെ പരിപാടിയാണ്. അക്കാദമിയിൽ സ്റ്റുഡൻസ് ഇവിടെ പൂക്കളൊക്കെ ഇട്ട് വെച്ച് റെഡിയാക്കി വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇനി ഈ കോലത്തിൽ എന്താണെന്ന് വിചാരിക്കണം, നമുക്കൊരു മേക്ക് ഓവറൊക്കെ നടത്താം കേട്ടോ. ജസ്റ്റ് സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. അക്കാദമിയിൽ വന്ന് നോക്കിയിട്ട് എന്താ പരിപാടി എന്നൊക്കെ അറിഞ്ഞിട്ട് ഷോപ്പ് പോയി മാറ്റിയിട്ട് വരാമെന്ന് വിചാരിച്ചാൽ നമുക്കിന്ന് ഓണത്തിൻ്റെ വീഡിയോസ് കാണാൻ. ഞാൻ മാത്രമല്ല, കൂടെ തന്നെ നമ്മുടെ ആവിക്കുണ്ട് കേട്ടോ. എവിടെ പക്ഷേ ആവിക്ക് ഫുള്ള് സെറ്റായിട്ടാട്ടോ രാവിലെ തന്നെ വന്നേ. ഓയ് നോക്കട്ടെ, എണീച്ചൊക്കെ നോക്കട്ടെ. ഫുള്ള് മുണ്ടൊക്കെ എടുത്ത് ഫുള്ള് ഓണം വൈബിലാണ് അല്ലേ? ഓണം വൈബിലല്ലേ? ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അങ്ങനെ ഷോപ്പിലെത്തിട്ടോ. ഇനി നമുക്ക് ഓണം ഔട്ട്ഫിറ്റ് ഒന്ന് റെഡിയാക്കാം. ഓണം ഇതാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്ത സാരി. ഇത് ശരിക്കും മീഷോന്ന് വാങ്ങിയതാണ്. ഇതിന് ഈ ഒരു ബ്ലൗസും പെയർ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. നമുക്കിന്ന് ഓണം ഔട്ട്ഫിറ്റിന് ഹെൽപ്പ് ചെയ്ത് തരുന്നത് ലുക്സ് ബ്യൂട്ടി പാർലറാണ് കേട്ടോ. ചേച്ചിയാണ് നമുക്കിന്ന് സാരിയിൽ ഹെൽപ്പ് ചെയ്ത് തരുന്നത്. ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഞാൻ ഈ ഒരു മാലയും ഈ ഒരു കമ്മലുമാണ് കേട്ടോ വെയർ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്കത് എന്തോ ഒരു മാച്ചില്ലാത്ത പോലെ തോന്നി. മെഹന്തി നമുക്ക് ഇട്ട് തന്നിട്ടുണ്ടായത് റംഷാമിസാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല ടെൻഷനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫേസും ഒന്നും കാര്യങ്ങളൊന്നും ഓക്കെ അല്ലായിരുന്നു. എന്നാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്തായാലും പരിപാടിക്ക് പോയിട്ട് നമുക്ക് അടിച്ചു പൊളിച്ച് വരാം. അക്കാദമിയിലെത്തിയപ്പോൾ എല്ലാവരും വളരെ സുന്ദരികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോട്ടോ എടുപ്പായി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കി കൊടുക്കലായി. ബാംഗിൾസൊക്കെ ഇട്ട് മെഹന്തിയൊക്കെ ഇട്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ടായിരുന്നു വന്നത് കേട്ടോ. ഗെയിംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ഗെയിംസായിട്ട് തുടങ്ങി. ഇതൊരു അടിപൊളി ഗെയിം മേടിച്ചു. നമ്മുടെ പാവം കബീൻസിനെയാണ് ഈ വഴിതെറ്റിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല അടിപൊളി കോമഡി ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു. നല്ല പോലെ ചിരിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഷംനയും ടീമുമായിട്ട് നല്ല അടിപൊളി ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല പോലെ വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡിൻ്റെ പരിപാടിയിലേക്ക് കിടന്നേ. എല്ലാവരും നിലത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് സെർവ് ചെയ്ത് കൊടുക്കാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. എന്നാലും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ടീച്ചേഴ്സ് ഇരുന്ന് ഫുഡ് കഴിച്ചത്. ആവിക്കും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ എലഗൻറ്റിനെ നയിക്കുന്ന മിസ്സുമാർ കേട്ടോ. ഇവരാണ് ശരിക്കും നമ്മുടെ എലഗൻ്റ് അക്കാദമിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പ്രോഗ്രാമും കഴിഞ്ഞ് നമ്മളൊരു കലാശക്കെട്ട് ഡാൻസോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം അവസാനിപ്പിച്ച്